തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെന്ന ആത്മവിശ്വാസം അണികളിലേക്ക് പകർന്നാണ് CPM സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രവർത്തകരെ ഒറ്റയടിക്ക് സജ്ജരാക്കാനുള്ള അവസരമാണ് സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടിക്ക് ലഭിച്ചത്. എന്നാൽ മുന്നേറ്റത്തിന് തടസ്സമായി ചില പ്രശ്നങ്ങളുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി സാധാരണ തോൽവിയായി കാണുന്നില്ല. പരമ്പരാഗത വോട്ടുകൾ കുത്തിയൊലിച്ചു പോയെന്ന് സമ്മതിക്കുന്നുമുണ്ട്. അടിസ്ഥാന വിഭാഗങ്ങളെയും ഇടത്തരക്കാരെയും കൈവിടില്ലെന്ന സമ്മേളനത്തിലെ പ്രഖ്യാപനം തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം മറ്റൊരു തലവേദനയാണ്. അടിസ്ഥാന വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നത് തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകും. ബജറ്റിൽ പ്രഖ്യാപിച്ച തുകകൾ പലതും വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതും പല രംഗങ്ങളിലും ജനത്തെ നേരിട്ടും ബാധിച്ചു. ഇതിനെല്ലാം പ്രതിവിധിയായി മുഖ്യമന്ത്രി സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയിലെ ചില നിർദ്ദേശങ്ങൾ വിവാദമായി. അതെല്ലാം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ആ ചുമതല കൂടി പ്രവർത്തകർക്കിടെ മുന്നിലുണ്ട്. ജനവിരുദ്ധ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. സെസ് ചുമത്തുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും സാധ്യത പരിശോധിക്കുക മാത്രമാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം നേരത്തെ വിവാദമായിരുന്നു. പുതിയ നവകേരള രേഖയിലും ഇതേക്കുറിച്ച് നിർദ്ദേശമുണ്ടായിരുന്നു. ടോൾ ഏർപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മറിച്ചായാൽ കേന്ദ്ര സർക്കാർ ടോൾ ഏർപ്പെടുത്തുമ്പോൾ എതിർക്കാനാവില്ലല്ലോ എന്ന വിശദീകരണവും മുഖ്യമന്ത്രി നൽകി. ഉയർന്ന വരുമാനക്കാർക്ക് സൗജന്യങ്ങൾ നൽകേണ്ടതില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വിവിധ മേഖലകളിൽ നിന്നും വരുമാനം കണ്ടെത്തിയേ പറ്റൂ എന്ന് രേഖ നിർദ്ദേശിക്കുമ്പോഴും പ്രതിപക്ഷത്തു നിന്നും മറ്റും ഉയരാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളെ സർക്കാർ മുൻകൂട്ടി കാണുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ എടുത്തുചാടിയുള്ള ഒരു തീരുമാനത്തിനും സർക്കാർ തയ്യാറാവില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പല പദ്ധതികളും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ പലതും പണമില്ലാത്തതിനാൽ വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു.